നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനുവരി 30 ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം. മേഖലയിലെ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ദിനാചരണം സമുചിതമായി ആചരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടത്തി. കൃഷി, പാർപ്പിടം, പട്ടികജാതി സങ്കേതങ്ങളുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ പ്രകാശനോദ്ഘാടനം നിർവഹിച്ചു. സ്വച്ഛ സർവേക്ഷൺ 2024 ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം പഴയ ബ്രിട്ടീഷ് പാലത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇൻസ്റ്റാലേഷൻ ശ്രദ്ധേയമാകുന്നു. പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും മാലിന്യവും ശേഖരിച്ച് ഹരിതകർമ്മസേന പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്ന മാതൃകയിലാണ് ഇൻസ്റ്റാലേഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളായ കുമ്പളങ്ങാട് സ്വദേശി വേണുവും മംഗലം സ്വദേശി സുഭിലാഷുമാണ് ഇൻസ്റ്റാലേഷൻ ഒരുക്കിയിരിക്കുന്നത്. കുറാഞ്ചേരി കേച്ചേരി സംസ്ഥാന പാതയിലെ പഴയ കുറാഞ്ചേരിയെ അപകടരഹിതമാക്കാൻ വടക്കാഞ്ചേരി നഗരസഭയും പോലീസും ചേർന്ന് നടപടികൾ സ്വീകരിച്ചു. പ്രവൃത്തിയുടെ ഭാഗമായി ഫ്ലെക്സിബിൾ ഫ്ലോറസെന്റ് പോൾ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 12 വർഷത്തിനു ശേഷം ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂർ ലക്ഷം വീട് നഗറിൽ ചെമ്പ്രശ്ശേരി 38 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.